ഹായ്, അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട് വിശേഷം? നല്ല ക്രിസ്പിയായ കൂന്തിയൊന്ന് കണ്ടാലോ. അതിന് വേണ്ടിയിട്ട് കറിവേപ്പില, ഒലിവ് ഓയിൽ, പച്ചമുളക്, ചെറിയ ജീരകം, കരിഞ്ചീരകം, മല്ലിയില, ഇത്രയും സാധനങ്ങൾ വെച്ചിട്ടാണ് ഈ കൂന്തി ഉണ്ടാക്കാൻ. ഇതിന് വേണ്ടി ഒരു മിക്സ് എടുത്ത് ഇതിലേക്ക് ഞാൻ പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. 7 പച്ചമുളക് എടുത്തത്. അതിലേക്ക് കുറച്ച് മല്ലിയില, ആവശ്യത്തിന് ഉപ്പ്, കറിവേപ്പില, എൻ്റെ വീട്ടിലുള്ള കറിവേപ്പില ഫ്രഷാണ്, ചെറിയ ജീരകം, കരിഞ്ചീരകം, ഇത് അരക്കാൻ വേണ്ടിയിട്ട് 1 ഗ്ലാസ് വെള്ളം. 1 ഗ്ലാസ് വെള്ളത്തിലാണ് ഞാനിപ്പോൾ അരച്ചെടുക്കുന്നത്. അരച്ച് വരാം. നന്നായി അരഞ്ഞ് വന്നുകൊണ്ട് അത് അരിക്കേണ്ട ആവശ്യമില്ല, അതങ്ങനെ തന്നെ ഒഴിച്ചെടുക്കുക. നന്നായി അരഞ്ഞ് വന്നു. അരഞ്ഞിട്ടില്ലെങ്കിൽ നിങ്ങൾ എന്തായാലും അരിച്ചിട്ട് എടുക്കണം. 1/2 ഗ്ലാസ് വെള്ളം കൂടി ഞാൻ ചേർക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഞാൻ ചേർക്കാൻ പോകുന്നത് ഒലിവ് ഓയിലാണ്. അത് 1 സ്പൂണായി ഇതിൽ കാണുന്നുള്ളൂ. 2 സ്പൂൺ ഞാൻ ചേർത്തിന്, 1 സ്പൂൺ കിട്ടിയില്ല. 1 സ്പൂൺ മാത്രമേ കാണൂ. കുഴച്ചെടുക്കുന്നത് നന്നായി കുഴച്ചെടുത്ത് 1 കപ്പ് കൂടി മൈദ ചേർക്കേണ്ടി വന്നു. ടോട്ടൽ 4 കപ്പ് മൈദയാണ്, 1.5 ഗ്ലാസ് വെള്ളം. നന്നായി കുഴച്ച് അധികം റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമില്ല, അന്നേരത്തിന് പരത്തിയിട്ട് ഉണ്ടാക്കി. അധികം ഞാൻ റെസ്റ്റ് ഒന്നും വെച്ചിട്ടില്ല. ചെറിയൊരു ബൗൾ കുറേശ്ശെ എടുത്ത് അധികം നൈസായിട്ട് പരത്തേണ്ട ആവശ്യമില്ല. കുറച്ചൊരു കട്ടിയില്ല, ഈ പരുവത്തിലെടുത്താൽ നന്നായി പൊരിച്ചെടുക്കുക. നല്ല ക്രിസ്പിയാണ്, നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. കുട്ടികൾക്കും എല്ലാവർക്കും ഇഷ്ടമാണ്. ഇത് പണ്ടൊക്കെ ഇതന്നെ ഗൾഫിലേക്ക് കൊണ്ടുപോകാൻ ഉണ്ടാക്കാനേ. ഇപ്പം എല്ലാം ഫ്രോഡ്സണല്ലേ കൊണ്ടുപോകുന്നത്, ഇങ്ങനെയുള്ളതൊന്നും ഉണ്ടാക്കുന്നില്ലല്ലോ വീട്ടിൽ നിന്ന്. നല്ല ക്രിസ്പി, നല്ല ടേസ്റ്റുമാണ്. ഇത്ര തിന്നാലും മതി വരില്ല. ഇതേപോലെ തന്നെ ഉണ്ടാക്കി നോക്കണം. ഇത് കാണുന്നില്ല, കാണാൻ അധികം മൊഞ്ചൊന്നും ഉണ്ടാവില്ല, എന്നാലും കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. നല്ല പൊട്ടി വരുന്നു. കാണാൻ മൊഞ്ച് വേണ്ടല്ലോ, കഴിക്കാൻ ടേസ്റ്റ് ഉണ്ടായാൽ പോരെ. നല്ല ക്രിസ്പിയാണ്. അതിന് വേണ്ടിയുള്ള ഫോട്ടോ ലാസ്റ്റ് ഇട്ടതാണ്. ഹായ്, ബായ്.